കുടിവെള്ളം കിട്ടാക്കനിയായിട്ട് പൈപ്പ് ലൈൻ കൊണ്ട് ഇട്ടിട്ട് അത് 7 വർഷം കഴിഞ്ഞിട്ട് ആ പൈപ്പിൽ കൂടെ ഒരു തുള്ളി വെള്ളം വന്നിട്ടില്ല. ആ പൈപ്പ് ലൈന് ഒരു പ്രയോജനമില്ല, അത് നോക്കൂത്തിയായിട്ട് ഇപ്പോഴും അവിടെ ഇരിപ്പുണ്ട്. ഡിസംബർ ഏരിയയിൽ ഈ പൈപ്പ് കണക്ഷൻ ഉള്ളവർക്ക് ആർക്കും വെള്ളം കിട്ടുന്നില്ല. ഇപ്പം ജനം നെട്ടോട്ട് വിടുകയാണ്. അതുകൂടാതെ എനിക്ക് പറയാനുള്ള ഈ ഈസ്റ്ററും വിഷുവും പ്രമാണിച്ച് ഈ ക്ഷേമ പെൻഷൻ പദ്ധതിയിലൂടെ ഞങ്ങൾക്ക് 2 മാസത്തെ പൈസ തരാമെന്ന് പറയുകയും പിന്നീട് കിട്ടിയത് 1 മാസത്തെ ആകും. ചിലർക്കത് കിട്ടിയിട്ടില്ല, ചിലർക്ക് 2 മാസം കിട്ടിയിട്ടുണ്ട്. കാരണം ഈ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അംശാദായം അടച്ച് ഞാൻ ക്ഷേമനിധി ബോർഡിൽ ചേർന്ന് പെൻഷനായവനാണ്. ഞാനൊരു നിർമ്മാണ തൊഴിലാളിയാണ്. നാളിതുവരെയായിട്ടും ഇവർ നക്കാപ്പിച്ച കണക്കിന് 1 മാസത്തെ അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോഴൊക്കെ തന്നെ ഇതും കൊണ്ടൊന്നും നമുക്കൊന്നും ആകില്ല. ഈ വിഷുവിനെങ്കിലും ഇവർ ഈ കാശ് ഒരു 2 ഗഡുവെങ്കിലും തന്നാൽ ഞങ്ങൾക്ക് അത്രയും ആശ്വാസമായേനെ. പക്ഷേ ഇവർ ഇതുവരെ ഈ കാശ് ഇവർ തന്നിട്ടില്ല. ഇവർ പറഞ്ഞ് പറ്റിക്കുക, ഈ ഇലക്ഷനെ പ്രമാണിച്ച് ഈ ജനങ്ങളെ പറ്റിക്കുകയാണ്, വഞ്ചിക്കുകയാണ് ഈ സർക്കാർ. ഈ നാട്ടിലെ ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച് വിട്ട് ഒരു സർക്കാർ ജനങ്ങളോട് ഈ ജനദ്രോഹപരമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇതിന് പ്രതികരിക്കാതിരിക്കാൻ പറ്റിയില്ല. നാളിതുവരെ ഈ സർക്കാരുകൾ മാറി മാറി വരുന്ന സർക്കാരുകൾ ഭരിച്ചിട്ടും നമുക്ക് ഇവിടെ ഒരു വികസനങ്ങൾ, ഈ കേരളത്തിലൊരു വികസനങ്ങൾ നടത്തുവാൻ സാധിച്ചിട്ടില്ല. അധപ്പതനങ്ങളല്ലാതെ വേറൊന്നും നടന്നിട്ടില്ല. ഇപ്പോൾ നിലവിൽ നമ്മുടെ മോദി സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ ഉപകാരങ്ങളും നോക്കുമ്പോൾ തീർച്ചയായിട്ടും അതേ സർക്കാരെ അതുപോലുള്ള സർക്കാരുകൾ നമ്മുടെ കേരളത്തിലെത്തിയാൽ തീർച്ചയായിട്ടും നമ്മുടെ ദുരിതങ്ങൾ തീരും. കാരണം ഞാൻ പറയാൻ കാര്യം കുടിവെള്ളത്തിൻ്റെ ക്ഷാമമാണ്. ആദ്യമായി എനിക്ക് പറയാനുള്ളത്, ഞാൻ ഇന്ന് ഇപ്പം ഒരു 3 പ്രാവശ്യം ഞാൻ എൻ്റെ കിണറ്റിൽ ഞാൻ വെള്ളമടിച്ചു. 4000 ലിറ്റർ വെള്ളം അടിക്കുമ്പോൾ 1000 രൂപയാണ് അതിന്. ഞാനൊരു കൂലിവേലക്കാരനാണ്. ഈ വെള്ളമില്ലാതെ വന്നു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ മരിക്കാൻ പോയി കിടക്കുന്ന ആ സാഹചര്യത്തിൽ പോലും ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ പറ്റില്ലാത്ത ഒരു സിറ്റുവേഷനിലാണ് ഇപ്പം നമ്മുടെ ഈ നാട് പോകുന്നത്. ഈ ഇടതുപക്ഷ സർക്കാർ കഴിഞ്ഞ പ്രാവശ്യം ആദ്യം ഇരുന്നപ്പോൾ നല്ല ഭരണങ്ങൾ കാഴ്ചവെക്കുകയും നല്ല ഉപകാരങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുകയും ചെയ്തു. പക്ഷേ പിന്നെ വന്നതിന് ശേഷം അധപ്പതനത്തിൻ്റെ ഗതികേടിലേക്കാണ് ഇപ്പോൾ പോയിരിക്കുന്നത്. ആയതുകൊണ്ട് ഇതിനൊരു മാറ്റം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ നാട്ടിലെ ജനങ്ങൾ ഒന്നുകൂടെ ചിന്തിച്ച് അതിന് മാറ്റം ഉണ്ടാക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഇപ്പോൾ ഇലക്ഷൻ നടക്കാൻ പോകുന്ന ഈ സാഹചര്യത്തിൽ അവനവൻ ചിന്തിക്കുക. ഇന്ത്യയിൽ മുഴുവൻ മാറ്റങ്ങൾ വികസനത്തിൻ്റെ മാറ്റങ്ങളാണ്. അതുപോലെ തന്നെ കോട്ടയത്തും മാറ്റങ്ങൾ വരാനായിട്ട് ആഗ്രഹിക്കുന്നു. മാറി മാറി ഭരണത്തിൽ കോട്ടയത്തിനൊരു പ്രതീക്ഷയാണ് തുഷാർ വെള്ളാപ്പള്ളി. നല്ലൊരു സ്ഥാനാർത്ഥിയാണ്. 3 സ്ഥാനാർത്ഥികളിൽ MP ആകുകയാണെങ്കിൽ നമുക്ക് നല്ല വികസനങ്ങൾ ഇവിടെ മാറ്റം വരാൻ സാധിക്കും. കേന്ദ്ര സർക്കാരിൻ്റെ നിരവധി പദ്ധതികൾ കോട്ടയം മണ്ഡലത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതുപോലെ തന്നെ മോദിജി ചെയ്ത PM വിശ്വകർമ്മ യോജന പരമ്പരാഗത തൊഴിലാളികൾക്കൊരു പ്രയോജനമാണ്. Indian Institute of Commerce Lakshya presents Jana Shabdam in association with Amritaveni. Learn commerce professional courses only from Indian Institute of Commerce Lakshya. Amritaveni Hair Elixir. സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ.